തൊഴിൽ തട്ടിപ്പിനെതിരെയായി ന്യൂസ് മലയാളത്തിൽ കൊടുത്തൊരു ന്യൂസിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പിടിക്കപ്പെടുകയുണ്ടായി. നേരിട്ട് വെച്ച് ഫോൺ കോളുകൾ ചെയ്യുകയും തട്ടിക്കഴിഞ്ഞിട്ട് ഫോണും ബ്ലോക്ക് ചെയ്ത് പോയിട്ട് പിന്നെ ആരെ അറിയത്തില്ലെന്നാണ് പറയുന്നത്. ന്യൂസിലാൻഡിലെ സീപോർട്ടിലേക്ക് തൊഴിലാളികളെ ആവശ്യമുണ്ടെന്ന് കാണിച്ച് പരസ്യം നൽകിയായിരുന്നു തട്ടിപ്പ്. എറണാകുളം പെരുമ്പാവൂരിലെ ഫ്ലൈവില്ല ട്രീ, ടാലന്റ്, വിസ കൺസൾട്ടൻസി എന്നീ സ്ഥാപനങ്ങളുടെ മറവിലാണ് ചിഞ്ചു അനീഷും സംഘവും പണം തട്ടിയത്. വ്യാജ ഓഫർ ലെറ്റർ ചമച്ച് പലരെയും കബളിപ്പിച്ചു. ഒളിവിലായിരുന്ന ചിഞ്ചു അനീഷ് കലൂരിൽ നിന്നാണ് പുനലൂർ പോലീസിന്റെ പിടിയിലാകുന്നത്. പെരുമ്പാവൂരിലെ ഫ്ലൈവില്ല ട്രീ ഉടമകളിൽ ഒരാളായ ബിനിൽകുമാറിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കൊല്ലം സ്വദേശിയായ നിഷാദിന്റെ പരാതിയിലാണ് നടപടി. നിഷാദിൽ നിന്ന് മാത്രം 11 ലക്ഷം രൂപ ഇവർ തട്ടിയെടുത്തിട്ടുണ്ട്. കിടപ്പാടം പോലും നഷ്ടമാകുന്ന സ്ഥിതിയിലാണ് നിഷാദ് നിലവിൽ. ഗൂഗിൾ മീറ്റ് വഴി വന്ന് എൻ്റെ 11.5 ലക്ഷം രൂപയും ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് അയച്ച് അവിടുത്തെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ചെയ്യാൻ പറഞ്ഞ മുഖ്യ പ്രതിയാണ് ചിഞ്ചു അനീഷ്. എൻ്റെ പുനലൂർ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കേസ് കൊടുക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ഒളിവിൽ പോവുകയും 4-6 മാസത്തിന് ശേഷം വീണ്ടും തിരികെ വന്നിട്ട് അതേ അഡ്വർടൈസ്മെൻ്റ് ആഡിലിട്ടുകയും സജീവമായി സോഷ്യൽ മീഡിയ വഴി ഇപ്പോഴും തട്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തട്ടിപ്പിനിരയായവരിൽ കൂടുതൽ പേർക്കും ക്രൂയിസ് ഷിപ്പ് ക്രൂ ജോയിനിങ് വിസിറ്റ് വിസയാണ് നൽകിയത്. 12,000 രൂപ മാത്രം ഫീസുള്ള വിസയ്ക്ക് 10-12 ലക്ഷങ്ങൾ വാങ്ങി. തട്ടിപ്പ് കേസിൽ ചിഞ്ചുവിനെ എറണാകുളം നോർത്ത് പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജാമ്യത്തിലിറങ്ങിയാണ് വീണ്ടും തട്ടിപ്പ് നടത്തിയത്. ന്യൂസ് മലയാളം, കൊല്ലം.